തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വിശ്വാസത്തിന്റെ പ്രശ്നം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നവുമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുത്തില്ലായിരുന്നു. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് എന്തിന് നേതൃത്വം നൽകി ആ കാലത്ത്? മാത്രമല്ല, ഇപ്പൊ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള കാര്യം, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് തന്നെ അവിടെ നടത്തിയിട്ടുള്ള വലിയ കൊള്ളക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളിയും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവനും ഇവർക്കൊക്കെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള വ്യാഖ്യാനം ആണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ രണ്ടുപേരും നൽകുന്നത്.